ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്താണ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് DPSP, 44 വരെയുള്ള DPSPയുമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്തൊക്കെയാണ് DPSP, ബേസിക് ആയിട്ട് DPSPനെ കുറിച്ച് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് ഓരോരുത്തർ എന്തൊക്കെയാണ് DPSPനെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ നോക്കി. ഡീറ്റെയിൽഡായിട്ട് ഓരോരുത്തരുടെ കമൻസാണിത്. പിന്നെ നോവൽ ഫീച്ചർ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, അടുത്തത് നമ്മൾ പിന്നെ നോക്കിയത് DPSPൻ്റെ ആർട്ടിക്കിൾസ് ആണ്. ആദ്യത്തെ 3 ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. മറ്റേ സാധാരണ ഇതൊക്കെ പോലെ തന്നെ ആദ്യത്തെ 3 ആർട്ടിക്കിൾസ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, FR പോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെ തന്നെ ഇൻറ്റു 3 ആണ് പറഞ്ഞത്. ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12ാമത്തെ ആർട്ടിക്കിൾ ഇൻറ്റു 3, 12ാമത്തെ ആർട്ടിക്കിൾ ഇൻറ്റു 3 ആണ് 36 അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ 37 38 കണ്ടു. 37 38 അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. 39 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. 39 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 ഈ 6 ആർട്ടിക്കിൾ നമ്മളൊരു കോഡ് വെച്ച് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ അതിനെ ഡിസ്കസ്, ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ LD ഈ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ വെച്ചിട്ടാണ് കോഡ് വെച്ചത്. LDCPHC എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് വരുന്നത്? ലിവ്ലിഹുഡ്, പിന്നെന്താ DCP എന്താണ്? C ചിൽഡ്രൻ, H ഹെൽത്ത്, P ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, D എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, C കോൺസെൻട്രേഷൻ. അങ്ങനെ നമ്മളെല്ലാം പഠിച്ചു. ഇത് 42nd അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണെന്ന് പഠിച്ചു. ചിലയിടത്ത് 39th ആർട്ടിക്കിൾ ഈസ് ആഡഡ് ത്രൂ 42nd അമെൻമെൻറ്റ് കാട്ടും, കാരണം ഈ ഒരു പാർട്ട് ആഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം നോക്കി. അതൊക്കെ ആർട്ടിക്കിൾ 44ലാണ് വന്ന് നിർത്തിയത്. ഓക്കെ, 44ൽ UCC യൂണിഫോം സിവിൽ കോഡ് വെച്ച് നിർത്തി. ഇനി നമ്മൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 44 കഴിഞ്ഞ് വരുന്ന 45th ആർട്ടിക്കിളാണ് ഈ ഒരു ആർട്ടിക്കിൾ. എന്താണ് 45th ആർട്ടിക്കിൾ പറയുന്നത്? 45th ആർട്ടിക്കിൾ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റിലെ 21A റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നതാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലെ 51st ആർട്ടിക്കിളാണല്ലോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. 51ലെ K എന്താണ് പറയുന്നത്? അതും റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് 21A വന്നത് 86th അമെൻമെൻറ്റ് ഓഫ് 2002 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലാണ് 45th ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എങ്ങനെയാണ് എഡ്യൂക്കേഷൻ്റെ കാര്യം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റി. ഓക്കെ, 45th ആർട്ടിക്കിളിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഫ്രം ദ ഏജ് ഓഫ് 0 to 6. ഓക്കെ, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, അവർക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ്. അതായത് അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം അംഗൻവാടി അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന അവരുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്താണ് മനസ്സിലാക്കുക. ഇപ്പം അവർ ABCD പഠിക്കാനുള്ള ലെവലിലേക്കും കൂടി എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അവരുടെ ലെവലിലേക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആണ് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി. അത് പറയുന്നത് 45th ആർട്ടിക്കിളാണ്. ഈ 21st ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? 21st ആർട്ടിക്കിളിൽ പറയുന്നത്, അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എങ്ങനത്തെ കുട്ടികൾക്ക്, ഏതൊക്കെ ഏജ് പറയുന്നത്? ഏജ് പറയുന്നത് 6 to 14 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കാം. മറ്റേത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. 0 മുതൽ 6 വരെ, 6 മുതൽ 14 വരെ ഉള്ളതോ അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ, ഈ 51st ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ അതിലും പറയുന്നത് പാരൻസ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, അത് പാരൻസിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കാട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ DPSPയും 45ഉം 51Kയും നമുക്ക് കോടതിയിൽ പോയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ 21 പറ്റും. ഓക്കെ, ഇത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസാണ് ഇത് വരുന്നത് കേട്ടോ. അതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 45th ആർട്ടിക്കിൾ നമ്മളിപ്പോൾ പറഞ്ഞ 21A ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
21A ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, 21A. പിന്നെ 39F നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഇന്നലെ കോഡ് പഠിച്ചിരുന്നു, LDC PHC എന്ന് പറഞ്ഞിട്ട്. ഇന്നലത്തെ ഫസ്റ്റ് പാർട്ടിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്താണ്, ഈ എച്ച് എന്താണ്, ഹെൽത്ത് ഓഫ് ചിൽഡ്രനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ഇതിൽ എഡ്യൂക്കേഷനും പറയുന്നുണ്ട്. എഫിൽ എന്താണ് പറയുന്നത്, എഫിലും ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് എച്ചും സിയും വന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. 46ലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 46 നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ 45 എത്തിയിട്ടേ ഉള്ളൂ. അപ്പം 46 വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ കട്ടെ. 21A ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിൽ പിന്നെ കൊടുക്കാത്തതെന്ന് 51K ആണ്. അതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ടാവും കൊടുക്കാത്തത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതും. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി ബാക്കിയുള്ള DPSPs ഒക്കെ നോക്കാം. ഈ 45 ഇത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. 45 അപ്പം ഓർത്ത് വയ്ക്കുക. അപ്പം അടുത്ത ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 46. നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു കീവേഡായിട്ട് എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്? ആരുടെ, എല്ലാവരുടെയാണോ? അല്ല, SC ST വിഭാഗത്തിൽപ്പെട്ടവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നതാണ് 46. നമ്മൾ ഇന്നലെ 42 പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞിരുന്നു, അത് ഇവിടെയും അപ്ലൈ ചെയ്യാം. എന്താണ് 42 പഠിക്കാനുള്ള കോഡ്? 42 എന്താണ്, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻ ഇൻ വർക്കിംഗ് പ്ലേസ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നല്ലതായിട്ടുള്ള സഹകരണം, അതാണ് പറയുന്നത്. അതുപോലെ 42 അപ്പോൾ നമ്മൾ 21x2 പറഞ്ഞത്. 21 എന്താ, 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു 21 എന്താ, 21x2. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 21 ഇത് ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഇൻ വർക്കാണ്. ഇതെന്താ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇപ്പം അതൊരു ജസ്റ്റിസ് ഹ്യൂമൻ കണ്ടീഷൻ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ 23ഉം 46ഉം കണക്ട് ചെയ്യാം. ഇതും എന്താ, ഇരട്ടി ആയിട്ടാണ് വരുന്നത്. 23 എന്താണ്, 23, 24 ഇത് രണ്ടും റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലേ. 23 ഫോഴ്സ്ഡ് ലേബറും 24 ചൈൽഡ് ലേബറും, കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല. 23 കുട്ടികളുടെ അല്ല, വലിയ ആൾക്കാരെ ഫോഴ്സ്ഡ് ആയിട്ട് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒന്നും പാടില്ല. ഓക്കെ, നമ്മളപ്പം SC ST എഡ്യൂക്കേഷനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്, നമ്മൾ പഴയ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ്ഡ് ലേബറിലേക്ക് ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്തിരുന്നത് SC ST ക്ലാസ്സിൽ പെട്ടവരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ അന്ന് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവരെ ഫോഴ്സ്ഡ് ലേബറിലേക്ക് പിക്ക് ചെയ്തിരുന്നത്. അപ്പം SC STയിലേക്ക് എഡ്യൂക്കേഷൻ എത്തിക്കണം എന്ന് പറയുന്നത് എന്താണ്ടാ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നമ്മൾക്ക് സൊസൈറ്റിയിൽ ഈക്വലായിട്ട് വരാനാണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഏറ്റവും നല്ലത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ലേബറാണ്. ഫോഴ്സ്ഡ് ലേബർ ചെയ്യാത്ത ഒരാളെ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഫോഴ്സ്ഡ് ലേബർ ചെയ്യാത്ത ഗ്രൂപ്പ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, അപ്പം 23ഉം 46ഉം അത് രണ്ടും ലിങ്ക് ചെയ്ത് പഠിക്കുക. ഇതെന്താ, ഫോഴ്സ്ഡ് ലേബറാണ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക, എഡ്യൂക്കേഷൻ കിട്ടുക. ടു എഡ്യൂക്കേറ്റ് ആൻഡ് സെറ്റ് ഫ്രീ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, അതൊരു കോഡ് പോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇതൊക്കെ പഴയ കാലത്ത് അട്രോസിറ്റീസിൽ നിന്ന് നമ്മൾ എടുത്ത് ലിങ്ക് ചെയ്തിട്ടൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 എന്താ, ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൊഹിബിറ്റ് ഇൻടോക്സിക്കേഷൻ. ഓക്കെ, അതായത് ന്യൂട്രീഷൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ന്യൂട്രീഷൻ റേസ് ചെയ്യുന്നത് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ അംഗനവാടിയിലൊക്കെ അമൃതം പൊടിയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ ഒരു വെൽഫെയർ സ്കീമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതെന്താണ്, ഇത് മിക്കവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ന്യൂട്രീഷണൽ പൗഡറാണ്, ഈ ധാന്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. ഇത് ഈ പ്രായമായ കുട്ടികളുടെ അവിടെ വെയിറ്റൊക്കെ തൂക്കും, അവർക്ക് ഇതൊക്കെ കഴിക്കാൻ കൊടുക്കാനൊക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ആൾക്കാരുടെയും ന്യൂട്രീഷൻ ലെവൽ റേസ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സിഡീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേഷൻ? ഇതാണല്ലേ, ഇൻടോക്സിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്താകാം, ആൽക്കഹോൾ ആകാം, എനി ഫോം ഓഫ് ആൽക്കഹോൾ ആകാം, സ്മോക്കിംഗ് ആകാം,
ഡ്രഗ്സ് ആകാം, എന്തുമാകാം. നമ്മുടെ ബോഡിക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളത് റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ് 47. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 48 എന്താ? പ്രൊമോട്ട് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ടു ബാൻ കൗ സ്ലോട്ടർ. ഈ കൗ സ്ലോട്ടർ എന്നുള്ളത് ഇടയ്ക്കെടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, കൗ സ്ലോട്ടർ വന്നത് ഏതാ? 48 കൗ സ്ലോട്ടർ. പിന്നെന്താ? അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറിയും പ്രൊമോട്ട് ചെയ്യുക. ആനിമൽ ഹസ്ബൻഡറി പ്രൊമോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 48A എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും പ്രിസർവ് ചെയ്യുക. 48 നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരേ ഒരു 48 ആദ്യം നമ്മൾ നാട്ടിലെ ആനിമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കാട്ടിലെ ആനിമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. അത് രണ്ടും ലിങ്കായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇനി DPSPൻ്റെ ലാസ്റ്റ് 3 സിമ്പിൾ ആർട്ടിക്കിൾസ് ആണ്. 49, 50, 51. 49 എന്താണ്? നമ്മളുടെ പുരാതനമായിട്ടുള്ള മോണ്യുമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, മോണ്യുമെൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില വാളിലൊക്കെ ആൾക്കാരിങ്ങനെ അവരുടെ പേരും വേറെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതും, പിന്നെ എന്തെങ്കിലും അങ്ങനെ കുറേ ഫുള്ള് വാളൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരെയും പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മോണ്യുമെൻറ്റ് പ്രിസർവേഷൻ അവിടെ ഇല്ലാതെയാവുകയാണ്. പിന്നെ ചിലപ്പം ആ മോണ്യുമെൻറ്റ് കുറേ കാലം ആൾക്കാരൊന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം വേറെ ടയർ വന്നതൊക്കെ പൊട്ടിപ്പോകും എന്നൊക്കെ. അപ്പോൾ അതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ആർട്ടിക്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. എന്താണ്? മോണ്യുമെൻറ്റ് പ്രിസർവ് ചെയ്യണമെന്ന്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ? ആർട്ടിക്കിൾ 50, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. നമുക്കറിയാം, നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ജുഡീഷ്യറി, എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ആയിട്ടുള്ള 3 വിങ്സാണ് ഗവൺമെൻറ്റിലുള്ളത്. ലെജിസ്ലേറ്റീവ് എന്താണ്? പാർലമെൻറ്റ്. ജുഡീഷ്യറി എന്താണ്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടൊക്കെ ഉള്ള അത്. എക്സിക്യൂട്ടീവ് എന്താണ്? നമ്മളുടെ ഓഫീസ് സമ്പ്രദായത്തിലുള്ള എല്ലാവരും, അതായത് പോലീസ് ആയിക്കോട്ടെ, അതേപോലെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആയിക്കോട്ടെ, സെൻട്രൽ GSTയിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് മുതൽ എല്ലാവരും. ഇവരെ ജുഡീഷ്യറിയിൽ നിന്ന് വിട്ടു നിർത്തണം, എന്നാലാണ് ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തതെന്ന് പറയുന്നുണ്ട്. അത് അയർലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേൾക്കാറുണ്ട്. ഓക്കെ, ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് സെപ്പറേറ്റ് ചെയ്യുന്നത് 1853 ചാർട്ടർ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം 1853 ചാർട്ടർ ആക്ട് എന്നൊക്കെ അഥവാ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതൊക്കെ ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ വന്നത് ഈ ഒരു ഇതിൽ നിന്നായിരിക്കാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പണ്ട് ബ്രിട്ടൻ കൗൺസിൽ ആക്ട്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റൊക്കെ വെച്ചിട്ടാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് തന്നെ പറയുമല്ലോ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഈ 50ാമത്തെ ആർട്ടിക്കിൾ ഇതാണെന്ന് ലിങ്ക് ചെയ്യാനൊരു ഇതുണ്ട്. നമ്മൾ 50-50 എന്ന് പറയും, പകുതി ആക്കണതിന്. അതാണ് 50-50 ആക്കി പകുതി ആക്കുക. എന്താ? ജുഡീഷ്യറി ഇവിടെ, എക്സിക്യൂട്ടീവ് ഇവിടെ, രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പാടില്ല, രണ്ടും സെപ്പറേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അടുത്തത് 51 എന്താ? ഇൻ്റർനാഷണൽ പീസ് ആൻഡ് ജസ്റ്റിസ്. നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ സമാധാനം വേണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാറുണ്ടായാലോ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന ഒരു വാറുണ്ടായാലോ, ഇനി ഇന്ത്യക്ക് ഫോറിനായിട്ട് ഇവിടെ 2 വാറ്, USA റഷ്യ ഒരു വാറ്, ആ സമയത്ത് ഇന്ത്യ അതിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് പീസ് ഇതാക്കുന്നത്, പാകിസ്ഥാനായിട്ട് പീസ് ഇതാക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ നമ്മളിതുവരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സും, അതുപോലെ പാർട്ട് 1 വന്ന എന്തായിരുന്നു പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി, അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ് എല്ലാം പഠിച്ചു. അതുപോലെ ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി? 36 തുടങ്ങി 51 വരെയുള്ള കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ടോട്ടൽ പഠിച്ചത് എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്?
ഓക്കെ, എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമ്മൾ കവർ ചെയ്തത് ഇതുവരെയായിട്ട്? എല്ലാം കവർ ചെയ്തു അല്ലേ? 36 മുതൽ 51 വരെയുള്ള എല്ലാം കവർ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു കോഡായിട്ടോ റിവൈസ് ചെയ്യാം. ഓക്കെ, 36 മുതൽ 51 വരെയുള്ള എല്ലാം കവർ ചെയ്തു. ഫസ്റ്റ് 3 എഴുതാം ഇവിടെ. ഓക്കെ, ഏതാ? 36, 37, 38. 36 എന്താ പറഞ്ഞോളൂ? ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. 12×3. 12×3 എന്ന് പറയുന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. 12 ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. 36 ഇതിലെ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്. 37 എന്താണ്? 37 വെൽഫെയർ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. 37, 38. 37 എന്താ പറയുന്നത്? എൻഫോഴ്സിബിൾ അല്ല, കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സിബിൾ അല്ല. ഇതെന്താ പറയുന്നത്? ഇത് പറയുന്നത് വെൽഫെയർ ഓഫ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം അത് രണ്ടും 37, 38 ഓർത്തിരിക്കുക. എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത്? അത് സ്റ്റേറ്റിൻ്റെ വെൽഫെയറിനായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അല്ലാതെ റൈറ്റ് അല്ല. അങ്ങനെ പഠിക്കാം. 37, 38 ആ ഓർഡറിൽ. പിന്നെ പഠിച്ചു 36 to 51. 39 പഠിച്ചു. 39 A, B, C, D, E, F പഠിച്ചു. ഇതെന്താ? ലിവ്ലിഹുഡ്. ഇതെന്താ? LDC, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഇതെന്താ? കോൺസെൻട്രേഷൻ. ഒരാളെ കയ്യിൽ തന്നെ കോൺസെൻട്രേറ്റ് ആയി കിടക്കാൻ പാടില്ല. LDC. P എന്താ? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. H ഹെൽത്ത്. C ചിൽഡ്രൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, 39 പഠിച്ചു. 39 A പഠിച്ചു. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഈക്വൽ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡും. ഇത് ആഡ് ചെയ്തത് 42nd Amendment ഓഫ് 1976 ആണെന്നും പഠിച്ചു. ഓക്കെ, അടുത്തത് 39 കഴിഞ്ഞാൽ 40 പഞ്ചായത്തി രാജ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് പഞ്ചായത്തി രാജ്. 41, 42, 43, 44. 41 എന്താ? 40 പഞ്ചായത്തി രാജാണെന്നറിയാം. 41 റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷനാണ്. ഓക്കെ, 42 ഇമ്പോർട്ടൻ്റ് ആണ്. 42 നമ്മൾ 21×2 പഠിച്ചു. 21 എന്തായിരുന്നു? ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ. ഇത് കണ്ടു, അങ്ങനെ ഓർക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും. പിന്നെ മെറ്റേണിറ്റി റിലീഫ്, പ്രസവ ശുശ്രൂഷ, പ്രസവ സമയത്ത് ലീവ് കൊടുക്കുക, അതൊക്കെ ഇതിലാണ് പറയുന്നത്. 43, 44. 43 രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 43 A, 43 B. 43 A എന്താ? 43 B എന്താ? ഫസ്റ്റ് 43 എന്താ അറിയോ? ലിവിങ് വേജ് ഫോർ വർക്കേഴ്സ് ആണ്. ജീവിച്ചു പോകാനുള്ള ശമ്പളം. 100 രൂപ ഒരു മാസമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്ക് ജീവിച്ചു പോകണ്ടേ, അങ്ങനത്തെ. പിന്നെ അതെന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റി, മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രീസ്. ഫസ്റ്റ് തന്നെ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി, പിന്നെ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. മാനേജ്മെൻറ്റും കോപ്പറേറ്റീവും ഇത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുണ്ട് 97th Amendment എന്നും പഠിച്ചു. ഓക്കെ, 43 പഠിച്ചു. 43 A, B ഒക്കെ പഠിച്ചു. ഇനി അടുത്തത് 36 to 51. 43, 44 അല്ലേ? 44, 45. 44 എന്തായിരുന്നു? യൂണിഫോം സിവിൽ കോഡ്. 45 എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ 0 to 6. 21 A, 6 to 14. 51 K, പാരൻസിൻ്റെ ഡ്യൂട്ടി ഇൻ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. 46 എന്താ? 23×2. 23 എന്തായിരുന്നു? ഫോഴ്സ്ഡ് ലേബർ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് രക്ഷിക്കുക? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? SC, ST. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിൽ OBC പറയുന്നുണ്ടോയെന്ന്. SC, ST പറയുന്നുള്ളൂ. 47, 48. 47 എന്താ? കള്ളും കഞ്ചാവൊന്നും പാടില്ല എന്ന് തന്നെ. എന്താ? ഇൻടോക്സിക്കേഷൻ. പിന്നെ റേസ് ഓഫ് ന്യൂട്രീഷൻ ലെവലും പറയുന്നുണ്ട്. 48 എന്താ? ആനിമൽ ഹസ്ബൻഡറി. 48 A എന്താ? 48 വൈൽഡ് ലൈഫ്. നാട്ടിലെ ആനിമൽ, പിന്നെ കാട്ടിലെ ആനിമൽ. കൗസ്ലോട്ടറും പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, ഈ 48, 49, 50, 51 അവസാനത്തെ 3. 49 മോണ്യുമെൻറ്റ് പ്രൊട്ടക്ഷൻ.
ഇത് ഓക്കെ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. 51 ഇൻ്റർനാഷണൽ പീസ്. ഇത് ഒരു 1853 കൗൺസിൽ ആക്ട്, ചാർട്ടർ ആക്ട് ആണെന്നും പഠിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പം ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതാണ്, സോഷ്യൽ വെൽഫെയർ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, SC/ST എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി, വില്ലേജ് പഞ്ചായത്ത്, ഇൻടോക്സിക്കൻസ് ഇത് ചെയ്യുക, ആനിമൽ ഹസ്ബൻഡറി, അതൊക്കെയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ലിബറൽ ആയിട്ടുള്ളത് എന്താ, UCC, ലിബറലായിട്ട് എല്ലാവരും കൊടുക്കുക. ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ചിലത് രണ്ടിലും ഉള്ളതുണ്ട്, സോഷ്യലിസ്റ്റിലും വന്നതുണ്ട്, സ്പ്രെഡായി കിടക്കുന്നതുണ്ട്. ഓക്കെ, ഇനി 42nd അമെൻമെൻറ്റ്, കുറച്ച് അമെൻമെൻറ്റ് പഠിക്കാനുണ്ട്. 42nd, 44th, 86th, 97th. ഈ അമെൻമെൻറ്റൊക്കെ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നതാണ് നല്ലത് കേട്ടോ. ഇതേതാ, 45th ആർട്ടിക്കിൾ എഡ്യൂക്കേഷൻ്റെ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഓർമ്മ വരും, ഇതും നമുക്ക് ഓർമ്മ വരും. 38B ആണെന്ന് ഞാൻ പറയാം. കാരണം എന്താ, 38 അല്ല, സോറി 43. 38 എന്താ ഓർമ്മ, 43B. 43A എന്തായിരുന്നു, മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ അതെന്താ, കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് ഏതിലാണ് വരുന്നത്, 19A, B, C. സ്പീച്ച്, അസംബിൾ, അസോസിയേഷൻ. 19C ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കോഡ് വെച്ച് ഇങ്ങനെ സാംബ്രോ എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചു പോയാൽ മതി ഇത്. ഇനി 44th അമെൻമെൻറ്റിൽ ആഡ് ആയത് എന്താണ്, 38th ആർട്ടിക്കിൾ, മിനിമൈസ് ഇനീക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ, 38ൽ നമ്മൾ വെൽഫെയർ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇനി 42ൽ ആഡ് ചെയ്ത കുറേ എണ്ണം ഉണ്ട് കേട്ടോ, 4 എണ്ണമാണ് ഉള്ളത്. ഒന്ന് 39F. 39Fൽ എന്താ പറയുന്നത്, 39F എന്ന് പറഞ്ഞാൽ LDC PHC, ചിൽഡ്രൻ. ഇതിലെ ചിൽഡ്രൻ ആഡ് ആയത്. പിന്നെ 39A, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. പിന്നെ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, 48A. അതുകൂടാതെ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്, 43A. ഓക്കെ, 43B ഇവിടെ വന്നു അല്ലേ, അപ്പോൾ 43A ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അമെൻമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്, ഇപ്പോൾ റിവൈസ് ചെയ്തതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള ചാപ്റ്റർ 5ലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇത്രയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. താങ്ക് യു.